ഇനിയുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് പ്രൊജക്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു, ബട്ട് എങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുള്ളതാണ്. ദ മോഡ് ഓഫ് പേയ്മെൻറ്റ്സ്, ഏതൊക്കെ തരത്തിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇത് മെയിൻലി കൺഫ്യൂഷൻ ഉള്ളത് നമ്മളെ ഇൻ്റർനാഷണൽ ബയേഴ്സിനാണ്, നാട്ടിലുള്ളവർക്കാണ് അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കാണ്. യു എയിലുള്ളവർക്കൊക്കെ ഒരുവിധം അറിയാം, ബട്ട് ഔട്ട്സൈഡിലുള്ളവർക്ക് നോൺ റെസിഡൻസിന് പലർക്കും അറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതേപോലെ നിങ്ങൾ യു എയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുറമേ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 4-5 മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇത് ബാങ്ക് ട്രാൻസ്ഫർ. അപ്പോൾ നിങ്ങൾ ദുബായിലുള്ള ഒരാളാണെങ്കിലും യു എയിലുള്ള ഒരാളാണെങ്കിലും ഇനി അതല്ല പുറമേ നാട്ടിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണം ഷോബയിലാണ് നമ്മളൊരു 1 bedroom വാങ്ങുന്നത്. അപ്പോൾ ഷോബയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് അവർ തരും. അവർക്കുള്ള ആ പ്രൊജക്റ്റിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്കിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഫെഡറൽ ബാങ്കിലാണെങ്കിൽ ഫെഡറൽ ബാങ്കിൽ ചെന്നിട്ട് പറയാം നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയാം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ചിൽ പോകാം. വെസ്റ്റേൺ യൂണിയൻ, പിന്നെ അങ്ങനെ ഒരുപാട് ലുലു മണി എക്സ്ചേഞ്ചൊക്കെ ഉള്ള അവിടെ എക്സ്ചേഞ്ചിൽ പോവുക. എന്നിട്ട് പറയാം എനിക്ക് ഇന്ന അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ആണെന്ന് പറയാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, ക്യാഷ് കൊടുക്കുക, അവരെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. മണി എക്സ്ചേഞ്ച് എന്നാകുമ്പോൾ ചെറിയൊരു ചാർജ് ഉണ്ട്. ബേസ്ഡ് ഓൺ കൺട്രി, ബേസ്ഡ് ഓൺ മണി എക്സ്ചേഞ്ച് ചാർജസ് ആർ ഡിഫറെൻറ്റ്. ഇപ്പോൾ കുവൈത്ത് അല്ലെങ്കിൽ സൗദി, അതുപോലെ ഒമാൻ, പിന്നെ ഖത്തർ, ഇവിടെ നിന്നൊക്കെയുള്ള എൻ്റെ കസ്റ്റമേഴ്സ് ചെയ്യുന്നത് അവർ അധികവും ചിലവരെന്ത് ചെയ്യും അവരുടെ ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ചാർജസ് ആർ ഡിഫറെൻറ്റ്. ചിലവരെന്ത് ചെയ്യും മണി എക്സ്ചേഞ്ച് പോയിട്ട് അവിടുന്ന് കുവൈത്ത് നിന്നൊക്കെയാണ് കൂടുതലും മണി എക്സ്ചേഞ്ചിൽ നിന്ന് അവർ ട്രാൻസ്ഫർ ചെയ്യും കുവൈത്തികളൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെറിയൊരു എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും 20% നമ്മൾ ടാക്സ് കൊടുക്കണം. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് അയക്കുന്ന ഏതൊരു ഫണ്ടിനും നമ്മൾ 20% ടാക്സ് കൊടുക്കണം. അപ്പോൾ ആ ഒരു എമൗണ്ട് മൈനസ് ബാക്കി ഇവിടെ കിട്ടുള്ളൂ. അത് ഒന്ന് കൺസിഡർ ചെയ്യണം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് ബാങ്ക് ഫോർ മണി എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ യു ക്യാൻ പേ ബൈ യുവർ കാർഡ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, നിങ്ങളിവിടെ ദുബായിലില്ലല്ലോ, കാർഡ് പേ ചെയ്യണമെങ്കിൽ കാർഡ് വന്നിട്ട് ടാപ്പ് ചെയ്യേണ്ടത് വേണ്ട. അതിന് പകരം അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ലിങ്ക് സെൻഡ് ചെയ്യും. ഇപ്പോൾ ഷോബയാണെങ്കിൽ ഷോബയുടെ ഒഫീഷ്യൽ മെയിലിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമെയിൽ വരും, പേയ്മെൻറ്റ് ലിങ്ക്. നിങ്ങൾ ഇന്ന യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്ര എമൗണ്ട് ഇന്ന ആളുടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് പേ ചെയ്യാനുള്ള ലിങ്ക് വരും. അപ്പോൾ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മളെന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ ആ കാർഡിൽ നിന്ന് ഇത് എമൗണ്ട് കട്ടാവുന്നു. ബട്ട് അവിടെ ചാർജസ് വരും, ബാങ്ക് അല്ലെങ്കിൽ ആ കാർഡിനുള്ള ട്രാൻസ്ഫർ ചാർജസ് എന്താണോ അത് വരും. ബട്ട് ഒരു കാര്യം, നിങ്ങളുടെ ആ കാർഡ് ക്രെഡിറ്റ് കാർഡാണെങ്കിലും ഡെബിറ്റ് കാർഡാണെങ്കിലും ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ അതിൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഫെഡറലാണ്. അതിലൊക്കെ ഓപ്ഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഓൺലൈൻ പർച്ചേസൊക്കെ ആക്ടിവേറ്റ് ആണോ അല്ലെങ്കിൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഓൺ ആക്കിയിട്ടാലേ ഇത് ട്രാൻസാക്ഷന് സക്സസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെവലപ്പറുടെ അടുത്ത് വന്നിട്ട് ലിക്വിഡ് ക്യാഷ് കൊടുക്കാം. ബട്ട് കണ്ടീഷൻ ഉണ്ട്, അപ് ടു 55,000 ദിർഹംസ് വരെ മാത്രമേ നമുക്ക് ലിക്വിഡ് ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തത് നമ്മൾ ഇതുപോലെ ബാങ്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ചെക്ക് കൊടുക്കണം. മൂന്നാമത്താണ് ചെക്ക്. അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് ചെക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരിൽ ചെക്ക് കൊടുക്കാം. ബട്ട് എമൗണ്ട് ഷുഡ് ബി ഇൻ ദ ബാങ്ക്. ബട്ട് അത് ഇൻ്റർനാഷണൽ ചെക്കുകൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. UAE ബാങ്കുകളുടെ ചെക്കുകൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഒരു ഉദാഹരണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ ദുബായിൽ കമ്പനി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഫണ്ട് ഉണ്ട്, അപ്പോൾ അവർ പേ ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെ ഫണ്ട് അവർക്ക് പിന്നീട് കൊടുക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ചെക്ക് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവർ ക്യാഷ് കൊണ്ടിട്ട് അവിടെ കൊടുക്കാം. ബട്ട് അങ്ങനെ ചെയ്യുന്ന കേസിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ക്യാഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു തേർഡ് പാർട്ടി സിഗ്നേച്ചർ ഫോം ഉണ്ട്.
നമ്മൾക്ക് വേണ്ടിയിട്ട് വേറൊരാളാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു പ്രൂഫ്. അതും കൂടി നമ്മൾ ഈ ഡെവലപ്പർക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് 4ാമത്തെ ഓപ്ഷൻ. പിന്നെ റീസെൻ്റ്ലി വന്നിട്ടുള്ളതാണ് ക്രിപ്റ്റോ പേയ്മെൻറ്റ്. നമ്മളെ ഡെവലപ്പേഴ്സിലേക്ക് MR വളരെ ചുരുക്കം ഡെവലപ്പേഴ്സേ ഉള്ളൂ, എല്ലാവരും ഇല്ല. MR ശോഭ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്രിപ്റ്റോ കറൻസി ഇല്ല, ഓൺലി USDT എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി മാത്രം സ്റ്റേബിൾ ആയിട്ടുള്ള കോയിനാണ്. അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വാലറ്റിലോട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന തേർഡ് പാർട്ടിയുടെ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള USDT ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും മോഡ് ഓഫ് പേയ്മെൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തൊന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഡോളേഴ്സാണ് ഉള്ളതെങ്കിലും ഒരുവിധം ഡെവലപ്പേഴ്സൊക്കെ ഡോളേഴ്സും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പല കസ്റ്റമേഴ്സും ഡോളേഴ്സ് കൊടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഡോളേഴ്സ് അല്ലെങ്കിൽ ദിർഹംസ് അല്ലെങ്കിൽ ചെക്ക്. ഈ ചെക്കിൻ്റെ കേസ് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ ചെക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ ചെക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ പേരിൽ വാങ്ങുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ കമ്പനിയുടെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ മറ്റൊന്നാണ് മാനേജേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ മാനേജേഴ്സ് ചെക്കും കൊടുക്കാം. ചില ഡെവലപ്പേഴ്സ് നിർബന്ധമായിട്ട് പറയും ഞങ്ങൾക്ക് മാനേജേഴ്സ് ചെക്ക് തന്നെ വേണമെന്നുള്ള പറയും. അത് EOI കളക്ഷൻ ടൈമിലൊക്കെയാണ്. EOI എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്തിടുന്ന ഒരു പരിപാടിയാണ്. അതും യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അതും മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മെത്തേഡ്സ്, മോഡ് ഓഫ് പേയ്മെൻറ്റ്സ്.